പാലക്കാട് ഒറ്റപ്പാലത്ത് യുവതിയെയും 2 കുട്ടികളെയും കാണാനില്ലെന്ന് പരാതി. ഒറ്റപ്പാലം സ്വദേശിനിയായ ബാസില, മക്കളായ റബിയുൽ ഗസി, ഗനീം നാഷ് എന്നിവരെയാണ് കാണാതായത്. ഒറ്റപ്പാലത്തെ വീട്ടിൽ നിന്നും ഭർത്താവിന്റെ പട്ടാമ്പിയിലെ വീട്ടിലേക്ക് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയതായിരുന്നു. ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ചില പ്രതികരണങ്ങൾ കേട്ടുവരാം. ഇന്നലെ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതായത് അവളുടെ സ്വന്തം വീട്ടിൽ, ഞാൻ ആങ്ങളെയാണ്, സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു 2 മണിക്ക് ഒറ്റപ്പാലം ടൗണിൽ വന്ന് ഇറങ്ങി. അതിനുശേഷം എന്തായിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. പിന്നെ ഒരു 4:15 മെസ്സേജ് വരികയാണ് ഭർത്താവിൻ്റെ ഫോണിൽ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. 2 കുട്ടികളുണ്ട് കൂടെ, 7 വയസ്സായിട്ടുള്ളൊരു ആൺകുട്ടിയുണ്ട്, 2 വയസ്സായിട്ടുള്ള ഒരു ആൺകുട്ടിയുണ്ട്. അവർ 2 പേരും പറയും. പിന്നെ വോയിസ് മെസ്സേജിൽ ഞങ്ങൾക്കൊരു ഒരു തുമ്പ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെയിൽവേൻ്റെ ഒരു സൗണ്ട് കേട്ടു. അതായത് നമുക്കൊരു അനൗൺസ്മെന്റിന്റെ ഒരു സ്റ്റാർട്ടിങ് അത് വെച്ചിട്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇവർ ബന്ധുവീടുകളിലേക്കോ മറ്റു പരിചയക്കാരുടെ വീടുകളിലേക്കോ എങ്ങാനും പോയി എന്നാണോ? എന്തെങ്കിലും സൂചനയുണ്ടോ ഇക്ബാൽ? അരുൺ, അതായത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഒറ്റപ്പാലം സ്വദേശിനിയായ ബാസില 2 മക്കളെയും കൂട്ടി ഭർത്താവിൻ്റെ പട്ടാമ്പിയിലെ വീട്ടിലേക്ക് പുറപ്പെടുന്നത്. 4 മണിയോടുകൂടി ഇവർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. പട്ടാമ്പിയിലെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ബാസിലി മക്കൾ എത്താതായതോടുകൂടി ബന്ധുക്കൾ പരിഭ്രമിക്കുകയും പെട്ടെന്ന് തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു. പോലീസിന് വിവരം അറിയിച്ചിരുന്നു. ഒരു ഓഡിയോ സന്ദേശം ബാസിലയുടെ ഫോണിൽ നിന്നും ബന്ധുക്കൾക്ക് കിട്ടിയിരുന്നു. ആ സന്ദേശത്തിനിടയിലാണ് ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തുന്നത്. അങ്ങനെ 4 മണിക്കും 4:30 മണിക്കും ഇടയിലായി ബാസിലെയും 2 കുട്ടികളെയും ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ CCTVയിൽ കണ്ടതായി പോലീസ് പറയുന്നുണ്ട്. പക്ഷേ എങ്ങോട്ടാണ് ഇവർ സഞ്ചരിച്ചതെന്ന് പോലീസിനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഈ സമയത്ത് ഇവർ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് കോയമ്പത്തൂരിലേക്കുള്ള 2 തീവണ്ടികളായിരുന്നു. ഇതിൽ കയറി ഇവർ യാത്ര ചെയ്തിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. ഏതായാലും ബന്ധുക്കളും പോലീസും ഇപ്പോൾ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കോയമ്പത്തൂരിൽ ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ സുഹൃത്തുക്കളുണ്ടോ, അവരെ ആരെങ്കിലും കാണാൻ വേണ്ടി പോയതാണോ എന്നുൾപ്പെടെയാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നത്. ഒറ്റപ്പാലം സ്വദേശിയായിട്ടുള്ള ബാസില, മക്കളായിട്ടുള്ള 7 വയസ്സുകാരൻ റബിയുൽ ഗസീം, 2 വയസ്സുകാരൻ ഗനീം നാഷ് എന്നിവരെയാണ് ഇപ്പോൾ കാണാതായിട്ട്